ബുരിയാനിൽ മസൂദ് ഇന്ത്യക്കെതിരെ സൈനിക നീക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. ഔദ്യോഗികമായ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. തകർക്കാനാവാത്ത മതിൽ അല്ലെങ്കിൽ തകർക്കാനാവാത്ത സംവിധാനം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ ഇന്ത്യ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഇവിടെ ആരാണോ തീവ്രവാദ ആക്രമണം നടത്തിയിരുന്നത് അത്തരം തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ആദ്യ ദിവസങ്ങളിൽ അതിർത്തിയിലെ ഷെല്ലിങ്ങിലും അതുപോലെ ചില തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ നടത്തിയ അക്രമമായി ഇട്ടായിരുന്നു ഇത് പുരോഗമിച്ചിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെ, അതായത് ഇന്നലെ രാത്രിയിലും മറ്റുമൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഷെല്ലിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഘട്ടത്തിൽ അത് മാത്രമല്ല, അവിടെ നിന്നുള്ള മറ്റ് പല സംഭവവികാസങ്ങളും വാർത്തകളുമൊക്കെ വരുന്നത് വലിയ രീതിയിലുള്ള ഒരു സൈനിക മൊബിലൈസേഷൻ പാകിസ്ഥാൻ നടത്തുന്നതായിട്ടാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. അപ്പം പാകിസ്ഥാൻ അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് അവിടുന്ന് കിട്ടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ നടത്തിയ ആദ്യഘട്ടത്തിലെ തിരിച്ചടി അവർക്ക് വളരെ വിലപ്പെട്ട ഒരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെയും പാകിസ്ഥാൻ്റെ ഹൃദയഭൂമിയായിട്ടുള്ള പഞ്ചാബിലെ വളരെ പ്രധാനപ്പെട്ട ചില തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളുമൊക്കെ നശിപ്പിച്ചു. അഷർ മസൂദ് എന്ന ഭീകരൻ്റെ ബന്ധുക്കൾ അടക്കം ഇന്ത്യയിൽ കൊടും കുറ്റവാളികളായി കാണുന്ന ചിലരെങ്കിലും ആ സംഘർഷത്തിൽ മരിച്ചതായിട്ടെന്ന് സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രമല്ല ആക്രമണം നടത്തിയത്, മറിച്ച് പാകിസ്ഥാൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, വലിയ അഭിമാനക്ഷതമാണ്. അപ്പോൾ അതിനൊരു തിരിച്ചടി നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സന്നാഹമായി, ഒരു വലിയ പുറപ്പാടായി നമുക്കിതിനെ കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഏത് ഗതിയിൽ പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നുകൂടി കാത്തതിന് ശേഷം എപ്രകാരമായിരിക്കും പാകിസ്ഥാൻ പ്രതികരിക്കുന്നത്. ഇന്ത്യ ഇതുവരെ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു സൈനിക പ്രതികരണം ആദ്യ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടത്തിയിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന അക്രമങ്ങളെയൊക്കെ തടയാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നും അത് തുടർന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കുറച്ചും കൂടെ വ്യാപകമായ ഒരു രീതിയിലേക്ക് പോകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ നമുക്കൊരു യുദ്ധമായി കാണാം. പക്ഷേ ഒരു തുറന്ന യുദ്ധമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കരസേനയുടെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം വരണം. ഇതുവരെ കരസേന ഇങ്ങനെ യുദ്ധസജ്ജമായി നിൽക്കുകയാണെങ്കിലും ഈ യുദ്ധങ്ങളിൽ വലിയ രീതിയിൽ ഇടപെട്ടതായിട്ട് നമ്മുടെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കാശ്മീരിലും പഞ്ചാബിലും ഒന്നും അങ്ങനെയൊരു ഷെല്ലിങ്ങോ ഒന്നും നടന്നതായിട്ട് കാണില്ല. കാശ്മീരിൽ ശരിയാണ്, വലിയ രീതിയിൽ ഷെല്ലിങ് നടക്കുന്നുണ്ട്. മറ്റ് പ്രദേശങ്ങളിലൊന്നും കരസേനയുടെ ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു മൊബിലൈസേഷനോ ഇടപെടലോ നടന്നതായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതും കൂടെ ആ ഒരു സ്റ്റേജ് കൂടെ കഴിഞ്ഞാൽ മാത്രമേ, അതും കൂടെ ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു തുറന്ന യുദ്ധമായി മാറുമോ, ഒരു വലിയ യുദ്ധപ്രഖ്യാപനം ഇരു രാജ്യങ്ങളും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയും. ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം നിൽക്കുന്നു. ഇപ്പോൾ തന്നെ ഇന്ത്യ ശക്തമായ തിരിച്ചടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പാകിസ്ഥാന്റെ ചിറ കഴിയുമോ? യുദ്ധത്തിലേക്ക് എത്തുമോ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ? അല്ല, യുദ്ധത്തിലേക്ക് ചിറകരിയുമോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെ ഇന്ത്യ നടത്തിയിട്ടില്ല. ചിറകരിയ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെ ഒരു തീവ്രവാദ ആക്രമണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ തിരിച്ചടിയിൽ അവിടെ തീവ്രവാദ കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ കാര്യമായ നാശനഷ്ടങ്ങൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യ വരുത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും കൊടും തീവ്രവാദികൾ കുറേ പേരുമൊക്കെ കൊല്ലപ്പെട്ടത് പാകിസ്ഥാൻ്റെ ആ അർത്ഥത്തിലുള്ളൊരു ചിറകരിയലായി കാണാം. എന്നാൽ പാകിസ്ഥാൻ്റെ മറ്റ് സൈനിക സന്നാഹങ്ങളിലൊക്കെ ഇന്ത്യ കാര്യമായ രീതിയിൽ അക്രമമൊന്നും നടത്തിയിട്ടില്ല. അത് സംഭവങ്ങൾ കൈവിട്ടു പോകാതെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുവാൻ താല്പര്യമില്ല, അതല്ല ഇന്ത്യ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു അക്രമം ആയതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ചിറകരിയാൻ തക്ക രീതിയിലുള്ള ഒരു സൈനിക നീക്കമൊന്നും ഇന്ത്യ നടത്തിയതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ തലസ്ഥാനത്തും കറാച്ചി പോർട്ടിലും അതുപോലെയുള്ള മറ്റ് തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലുമൊക്കെ കനത്ത അക്രമം അഴിച്ചുവിടുവാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. പക്ഷെ അത് ചെയ്യാത്തത് കാര്യങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് ഇന്ത്യ വിചാരിക്കുന്നത് കൊണ്ടാവും. അപ്പം
അങ്ങനെ ചിറകരിഞ്ഞു എന്ന് ഈ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചിറകരിയൽ പോലെയുള്ള സംഭവങ്ങൾ പാകിസ്ഥാനെ തീർത്തും ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് തീർത്തും അസ്വീകാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സൈനിക ഇടപെടൽ ഉണ്ടാവുക അടുത്ത സ്റ്റേജിലായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. സർ, ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. അണവായുധ അധികാര സമിതിയുടെ യോഗം പാകിസ്ഥാൻ വിളിച്ചതിന് പിന്നാലെ അമേരിക്ക ഇടപെട്ടു എന്നും വാർത്ത വരുന്നുണ്ട്. പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നത് മറ്റു മാർഗങ്ങൾ പരാജയപ്പെടുമ്പോഴാണ്. പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ആയുധശേഷി ഇന്ത്യയോട് സമാനമല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ആ പരമ്പരാഗത ആയുധശേഷിയിൽ സൈനിക ബലത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ചെറുതാണ്. അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും പരമ്പരാഗത യുദ്ധ സംവിധാനത്തിൽ സൈനിക നടപടികളിൽ ഒരു മേൽക്കൈ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇന്ത്യയുടെ സൈനിക അക്രമത്തെ തങ്ങൾക്ക് ഗതിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ആണവായുധം ഉപയോഗിച്ചായിരിക്കും നേരിടുക എന്ന ഒരു സന്ദേശം നൽകുകയായിരിക്കണം അത്തരത്തിലുള്ളൊരു പ്രസ്താവനയുടെ ലക്ഷ്യം. കാരണം ഇന്ത്യക്ക് ആണവായുധമുണ്ട്, പാകിസ്ഥാൻ അത് ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യയും അത് ഉപയോഗിക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകും. നമ്മൾ ഇവിടെ നടത്തിയ യുദ്ധത്തിൻ്റെ ആദ്യ നടപടികളുടെ ഉദ്ദേശം എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇങ്ങനെ യഥേഷ്ടം ആവശ്യമുള്ളപ്പോഴൊക്കെ തീവ്രവാദ ആക്രമണം നടത്തി പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളെയൊക്കെ മറ്റുമൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു രീതി അവസാനിപ്പിക്കണം. അത് നമ്മൾ യുദ്ധമായി കാണും, അതിനെതിരെ സൈനിക നടപടി സ്വീകരിക്കും എന്ന ഒരു സന്ദേശം കൊടുക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അങ്ങനെ ഒരു സൈനിക നടപടി നേരിടാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് തങ്ങളതിനെ നേരിടുക തങ്ങളുടെ ന്യൂക്ലിയർ ആണവശേഷി ഉപയോഗിച്ചായിരിക്കും എന്നുള്ള ഒരു വിരട്ടൽ തന്ത്രമോ, അല്ലെങ്കിൽ അത്തരം മേഖലയിലേക്ക് വരെ തലങ്ങളിലേക്ക് വരെ ഞങ്ങൾ പോകാൻ തയ്യാറാണ് എന്നുള്ള ഒരു സന്ദേശമായിരിക്കാം ഇത് നൽകുന്നത്. അതിനപ്പുറത്ത് എന്തെങ്കിലും പ്രാധാന്യം ഈ ഘട്ടത്തിൽ ഈ ആണവ ആയുധ പ്രയോഗ ഭീഷണിക്കുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായ പ്രകടനത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യ കാര്യകാരണ സഹിതം എതിർത്തിട്ടും പാകിസ്ഥാന് IMF സഹായം കിട്ടിയത് 8,500 കോടി രൂപയാണ്. സാർ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? തീവ്രവാദത്തിന് പണം നൽകിയത് പോലെയായോ? തീർച്ചയായും പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലോകത്തെ ഒരു രാജ്യമാണ്, ഇന്ത്യയും ഒരു രാജ്യമാണ്. നമ്മളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള ബന്ധത്തിൽ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഒരു ജന്മശത്രുവായിട്ടാണ് കാണുന്നത്. അവർ വലിയ വെറുപ്പിൻ്റെ ഭാഷയിലാണ് ഇന്ത്യയോട് സംസാരിക്കുന്നത്. 4 യുദ്ധങ്ങൾ ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാകിസ്ഥാനെ വിലയിരുത്തുന്നത്. പക്ഷേ പാകിസ്ഥാന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇത്രത്തോളമൊക്കെ മോശമായ ഒരു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു ചരിത്രമുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവർക്ക് പല രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. പല രാജ്യങ്ങളും അവരുടെ ഈ തീവ്രവാദ സ്വഭാവത്തെ ചില കാലങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അമേരിക്ക ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടിയ സമയത്തായിരുന്നു, ശീതസമരകാലത്താണ് ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെ മാറ്റി നിർത്തിയിട്ട് പാകിസ്ഥാനുമായിട്ട് വളരെ ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ അവരൊരു അവിശുദ്ധമായൊരു കൂട്ടുകെട്ട് തുടർന്നിരുന്നത്. ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പാകിസ്ഥാനാണ് ഇന്ത്യയിൽ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നത്. പക്ഷേ ചൈന വലിയ രീതിയിലുള്ള പിന്തുണയല്ലേ പാകിസ്ഥാന് കൊടുക്കുന്നത്? അതുപോലെ ടർക്കി കൊടുക്കുന്നില്ലേ വലിയ പിന്തുണ? ലോകത്തിലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്നില്ലേ? ഈ IMF-ൽ നിന്ന് ധനസഹായം കിട്ടുക എന്ന് പറയുന്നത് അത് അവരുടെ ഉള്ള ഒരു ധനസഹായ ഏജൻസിയാണത്. ആ സഹായം കൊടുക്കാമെന്ന് നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു രാജ്യം അത് ഒബ്ജക്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ധനസഹായം നിർത്തിവെക്കുന്നത് ഇല്ല. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചില സംഘടനകളിലും ഒക്കെ പാകിസ്ഥാൻ അംഗമാണ്. മറ്റൊരു ഉദാഹരണം പറയാം. പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ 2 വർഷത്തേക്ക് 2025 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കുറേ രാജ്യങ്ങളുടെ പിന്തുണ വേണം. അതൊക്കെ ഓരോ പ്രദേശത്തിന് കൊടുക്കുന്ന ഒരു പ്രാതിനിധ്യമാണെങ്കിൽ കൂടിയും ആ പ്രദേശത്തെ രാജ്യങ്ങളുടെ പിന്തുണ വേണം. അങ്ങനെ നമ്മൾ പാകിസ്ഥാനെ ഒരു റോഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഒരു അക്രമരാഷ്ട്രമായി നിലനിൽക്കണമെന്നും ആ അക്രമരാഷ്ട്രം എന്നുള്ള പാകിസ്ഥാനെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുമായി നല്ല ബന്ധം നിലനിർത്തുന്ന ഒട്ടനവധി രാജ്യങ്ങളുണ്ട്. അതുപോലെയാണ് നോർത്ത് കൊറിയ, കുഴപ്പക്കാരനായ ഒരു രാജ്യമാണ്. ചൈനയല്ലേ എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ലോക രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യത്തെയാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ വലിയ ധാർമ്മികതയും ലോകസമാധാനവും ഒക്കെ പറയുമ്പോഴും എന്ത് മോശത്തരം കാണിക്കുന്നവരെയും എത്രമാത്രം അധപതിച്ച രാജ്യങ്ങളെയും സംരക്ഷിക്കാനും കൂടെ നിർത്താനും ലോകത്തെ രാജ്യങ്ങളുണ്ട്.
അത് ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അമേരിക്കയാണ് കാലാകാലങ്ങളിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചൈനയെ ഇപ്പോൾ യഥേഷ്ടം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു തത്വാധിഷ്ഠിത രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. ഓരോ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. IMF എന്ന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പലിശയും മറ്റു കാര്യങ്ങളും ആയുധങ്ങളുമായിട്ട് പാകിസ്ഥാന് കൊടുത്ത് ലോകരാഷ്ട്രങ്ങൾ ലാഭം ഉണ്ടാക്കും, വൻശക്തികൾ. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അവിടെയൊന്നും ഇന്ത്യയുടെ ഭീകരവാദവും മറ്റുമൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ വൈകാരികമായി സംസാരിക്കുമെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെയാണ് ലോക രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അത്രയുമുള്ള എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ധനസഹായം ചിലപ്പോൾ ഇനിയും കിട്ടിയെന്നിരിക്കും. എത്രയോ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നു. അതൊക്കെ ലോകരാഷ്ട്രീയങ്ങളെ യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാതെ നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് പോലെ നമ്മൾ പറയുന്നതിൻ്റെ പേരിൽ ആരെങ്കിലും മാറ്റി നിർത്തുമോ? അതൊക്കെ സംഭവിക്കുന്നത് വളരെ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ്.